ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ നിർണായക കണ്ടെത്തലുമായി വിജിലൻസ്. ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്തു എന്ന നിഗമനം. ചെന്നൈയിൽ എത്തിക്കുമ്പോൾ പാളികളിൽ സ്വർണം ഉണ്ടായിരുന്നില്ല. അതിനു മുൻപേ വേർതിരിച്ചെടുത്തു എന്നാണ് നിഗമനം. 39 ദിവസത്തെ സമയമാണ് ദുരൂഹമെന്നും വിജിലൻസ്. പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും ദേവസ്വം വിജിലൻസ്. ഇവരുമായി ഡിസ്ന സുരേഷ് ചിരികാട്. ഡിസ്ന, മറ്റൊരു നിർണായകമായ കണ്ടെത്തൽ തന്നെയാണ് ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നത്. അതായത് ജനം TV വാർത്ത ശരിവെക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് വിജിലൻസിന്റെ അന്വേഷണവും കണ്ടെത്തലും നീങ്ങുന്നത്, അല്ലേ? തീർച്ചയായും KP, കഴിഞ്ഞ ദിവസം ജനം TV പുറത്തുവിട്ട വാർത്തയെ ശരിവെക്കുന്ന റിപ്പോർട്ടാണ് വിജിലൻസ് നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് പ്രധാനമായും പറയുന്നത്. ഈ തിരുവാഭരണ കമ്മീഷണറുടെ പങ്കിൽ ദുരൂഹതയുണ്ട്, മഹസറിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നത് തന്നെയാണ്. അതായത് സ്വർണ്ണപ്പാളി തിരിച്ചു കൊണ്ടുവന്നതിൻ്റെ തൂക്കവും സംബന്ധിച്ച വ്യക്തത, അതായത് ഈ അളവിൽ വ്യക്തത വരുത്തിയിട്ടില്ല എന്നൊരു കാര്യവും നമ്മൾ വാർത്തയായി നൽകിയിരുന്നു. ആ വാർത്തകളെയൊക്കെ തന്നെയും ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ്. കൂടാതെ തന്നെ ഈ സ്വർണം എടുത്തെന്നാണ് നിഗമനത്തിലുള്ളത്. പ്രത്യേകിച്ച് ചെന്നൈയിൽ എത്തിക്കുമ്പോൾ പാളികളിൽ സ്വർണം ഉണ്ടായിരുന്നില്ലെന്ന കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നു. അതിനു മുൻപേ വേർതിരിച്ചെടുത്തു. ഈ 39 ദിവസത്തെ സമയമാണ് ദുരൂഹമെന്നുമാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും, കൃത്യമായ ആസൂത്രണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ്. മഹസറിൽ ഒപ്പുവയ്ക്കുന്നില്ല, അതിൻ്റെ കസ്റ്റഡിയായ തിരുവാഭരണ കമ്മീഷണർ മഹസറിൽ ഒപ്പുവയ്ക്കുന്നില്ല. കൂടാതെ തന്നെ തിരിച്ചെത്തിയ സ്വർണത്തിൻ്റെ അളവ് എത്രയെന്ന് മഹസറിൽ രേഖപ്പെടുത്തുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ കൃത്യമായ ആസൂത്രണം ഇതിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ജനം TV ആണ്. കഴിഞ്ഞ ദിവസം ജനം ഇത് കൃത്യമായി ഈ വാർത്ത രേഖകൾ സഹിതം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ആ എത്തിച്ച വാർത്ത ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ വിജിലൻസും നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ എന്ന ചോദ്യത്തിനൊരു അവ്യക്തത തുടരുകയാണ് നിലവിൽ. എന്തായാലും ഉദ്യോഗസ്ഥരെ പഴിചാരിയുള്ള ഒരു അന്വേഷണം, ഉദ്യോഗസ്ഥർക്കെതിരെ എല്ലാ തെളിവുകളും ചൂണ്ടിക്കാട്ടിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് വിജിലൻസും കടക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു റിപ്പോർട്ട് തന്നെയാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇന്ന് യോഗം ചേരുന്നു. ആ യോഗത്തിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഭിന്നാഭിപ്രായം ഉണ്ടാവും എന്നത് വ്യക്തമാണ്. KP, ഏതായാലും വിജിലൻസിന്റെ നിർണായകമായ കണ്ടെത്തൽ, ജനം TV ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തകൾ ശരിവെക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് വിജിലൻസ് ഒടുവിൽ എത്തിയിരിക്കുന്നത്. നിർണായകമായ കണ്ടെത്തൽ. ഡിസ്ന സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.